അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട്. ഇന്ന് നമ്മള് തജ്വീദ് പഠനത്തിന്റെ ഖുർആൻ പഠനത്തിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم اجعل حبك أحب إلي من نفسي. اللهم لا مسحل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ഒരു ഫാത്തിഹയോട് കൂടിയിട്ട് ഈ ഒരു ക്ലാസ് തുടങ്ങാം ഇൻഷാ അല്ലാ. എല്ലാവരും കൂടെ ഓതുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തജ്വീദാണ്. ഖുർആൻ ശരിയായ രീതിയിൽ മനോഹരമായിട്ട് ഓതാൻ സഹായിക്കുന്ന അറിവാണ് തജ്വീദ്. പലർക്കും തോന്നുന്ന കാര്യമാണ്, എനിക്ക് അറബി ബുദ്ധിമുട്ടാണ്, എന്റെ ഉച്ചാരണം ശരിയല്ല. പക്ഷെ ഓർക്കുക, നമ്മൾ പ്രാക്ടീസ് കൊണ്ടും അതേപോലെ തന്നെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതേപോലെ ആത്മാർത്ഥമായ ശ്രമം, ഇത് രണ്ടും കൊണ്ട് തജ്വീദ് ഈസി ആയിട്ട് പഠിക്കാൻ കഴിയും ഇൻഷാ അല്ലാ. എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന എളുപ്പമുള്ള ഒരു കാര്യമാണ് തജ്വീദ് എന്ന് പറയുന്നത്. തജ്വീദ് എന്താണ്? തജ്വീദ് എന്ന വാക്കിന്റെ അർത്ഥം മനോഹരമാക്കുക, ശരിയാക്കുക എന്നൊക്കെയാണ്. അഥവാ ഓരോ അക്ഷരവും അതിന്റെ അവകാശത്തോടെ ശരിയായ ഉച്ചാരണത്തിൽ വായിക്കലാണ്. തജ്വീദ് പഠിക്കേണ്ടത് എന്തിന്? കാരണം ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹു നമ്മളോട് ഖുർആനിലൂടെ സംസാരിക്കുകയാണ് അല്ലെ. അപ്പം തെറ്റായ ഉച്ചാരണം, അർത്ഥം മാറ്റം. മനോഹരമായ വായന ഹൃദയത്തെ സ്വാധീനിക്കും. അള്ളാഹു പറയുന്നുണ്ട്, വറത്തിൽ ഖുർആന തർത്തീല, ഖുർആൻ തർത്തീലോടെ വായിക്കാന്നുള്ളത്. അപ്പം നമ്മളെ തജ്വീദോട് കൂടിയിട്ട് അർത്ഥമറിഞ്ഞ് ഓതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇൻഷാ അള്ളാ. അതുപോലെ തന്നെ ഖുർആന്റെ തെറ്റായ ഉച്ചാരണം, അർത്ഥം മാറ്റാന്ന് പറഞ്ഞു. അത് ഒരു ചെറിയ അക്ഷരങ്ങൾക്ക് ചെറിയൊരു മാറ്റം വന്നാലും, അതേപോലെ തന്നെ അതിന്റെ ഹർക്കത്തുകൾക്ക് ചെറിയ മാറ്റം വന്നാലും അർത്ഥം മാറാം. ഏതുപോലെ ഭാഗം എന്നുള്ളതും ഭാഗ്യം എന്നുള്ളതും അക്ഷരങ്ങളൊക്കെ സെയിമാണ്, ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളൂ. അതേപോലെ പൽബ് എന്നുള്ളതും കെൽബ് എന്നുള്ളതും, പൽബ് എന്നാൽ ഹൃദയം എന്നും കെൽബ് എന്നാൽ നായ എന്നുമാണെന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളിൽ അർത്ഥം തന്നെ മാറിപ്പോകുന്ന അവസ്ഥ ഉണ്ട്. നമ്മളെ അത്രയും ശ്രദ്ധിച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ നമുക്ക് ആ രീതിയിൽ തെറ്റില്ലാതെ ഓതാനുള്ള പഠനമാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അള്ളാഹു നമുക്ക് ഈ ഒരു കാര്യം നല്ല രീതിയിൽ പഠിച്ചെടുക്കാനും മുഴുവനായും പഠിക്കാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തജ്വീദിൽ അടിസ്ഥാന കാര്യങ്ങൾ ഒന്ന് മഹ്റജ് ആണ്. അക്ഷരങ്ങൾ എവിടുന്നാണ് ഉച്ചരിക്കുന്നത് എന്നാണ് മഹ്റജ്. ഉദാഹരണം, തൊണ്ടയുടെ പിന്നില് ഖാഫ്, കാഫ് അതിന്റെ അല്പം മുന്നിലാണ്. തൊണ്ടയുടെ പിന്നിൽ എന്ന് വെച്ചാല് നാവിന്റെ ഏറ്റവും ലാസ്റ്റിലാണ് ഖാഫ്. നമ്മൾ വിരലൊന്ന് അവിടെ പ്രസ് ചെയ്തിട്ട് നാവിന്റെ മുരട്ടില് വരുന്ന രീതിയിൽ തൊണ്ടയുടെ തൊട്ട് മുകളിലായിട്ട് പ്രസ് ചെയ്തിട്ട് മുകൾ ഭാഗത്ത് പ്രസ് ചെയ്ത് എന്ന് പറയാന്ന് വെച്ചാൽ കറക്റ്റ് അതേ പ്രൊണൗൺസിയേഷൻ കിട്ടും, ഉച്ചാരണം കിട്ടും. അതിന്റെ തൊട്ട് മുന്നിൽ ഇത്തിരി കാറ്റ് പോണം. കാഫ് എന്ന് പറയുന്ന സമയത്ത് കുറച്ച് കാറ്റ് പോവേണ്ടതുണ്ട്. അതേപോലെ
ക എന്ന് പറയരുത്, അത് തെറ്റാണ്. കാക്കന്റെ കാ അല്ല, ക. ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കൂ. പ, പൈ, ഊ, അപ്പ്, ബക്ക്, ഖക്ക്, ഖക്ക്. ഓക്കെ. ക എന്നുള്ളത് തഫ്ഹീമാണ്, കട്ടി കൂടിയ അക്ഷരം. അതുകൊണ്ട് തന്നെ നമ്മൾ വായ തുറന്നിട്ട് ഓ എന്നുള്ള രീതിയിൽ തുറന്നിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ക. പക്ഷെങ്കിൽ ഓ എന്നുള്ള രീതിയിൽ ചുണ്ട് ഊ എന്ന് പോവരുത്. വായ അതുപോലെ ഓ എന്നുള്ള രീതിയിൽ തുറക്കണമെന്ന്, ഓപ്പൺ ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ക, ക എന്നാക്കരുത്. ക, പൈ, ഊ. അതേപോലെ ഖാഫിനെ ചിരിച്ചും കൊണ്ടാണ് പറയേണ്ടത്. ഖ, ഖ. ഇത്തിരി കാറ്റ് പോണം. ഖ, ഹി, ഖു. ഓക്കെ. അതുപോലെ ഐന്, അയ. ഐന് തൊണ്ടയുടെ മധ്യഭാഗത്താണ് വരുന്നത്. അയ, ഐ, ഓ. അത് നമ്മൾ തൊണ്ടയുടെ മധ്യഭാഗത്ത് വിരൽ പ്രസ് ചെയ്യാം, എന്നിട്ട് പറഞ്ഞ് ശീലിക്കാം. നമ്മൾ ചെറുതായിട്ടൊരു വേദന തോന്നാം, പക്ഷെങ്കിൽ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ ആ കറക്റ്റ് എവിടെയാണ് തട്ടേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നീട് നമുക്ക് നല്ല രീതിയിൽ പറയാൻ കഴിയും. ഓക്കെ. ഒന്ന് ശ്രമിച്ചു നോക്കുക. അയ, ഐ, ഓ, ബ, ആ, ഔദു. അതേപോലെ അയിന് ഇഖ്ഫ അല്ല, ഈ, കട്ടി കുറഞ്ഞ അക്ഷരാണ്. അപ്പം ഐബാദ, ഓഫൂർ അല്ല, ഐബാദ. അതുപോലെ ആ, ചിരിച്ചിട്ടുള്ള ആ ആണ് പറയേണ്ടത്. ഓക്കെ. ആ, 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 ഐ, ഔ, ആബിദ. ഓക്കെ. ആലം, ആലമീൻ. ഈ രീതിയിൽ ചിരിച്ചിട്ടാണ് പറയേണ്ടത്. ആലമീൻ എന്ന് പറയരുത്. വായ തുറന്നിട്ട് പറയരുത്, ചിരിച്ചിട്ടാണ് പറയേണ്ടത്. ആലമീൻ, ആലമീൻ. അടുത്തതായിട്ട് മീം. രണ്ട് ചുണ്ടുകളാണ്. മ തെറ്റാണ്. മ, മ. കട്ടി കുറഞ്ഞ അക്ഷരാണ്. മ, മ. ഓക്കെ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. മഹ്റജ് ശരിയല്ലെങ്കിൽ പോലും അർത്ഥം മാറാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഖുർആനിലെ വാക്കുകൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹർക്കത്ത്, അത് എല്ലാവർക്കും അറിയുന്നതാണ്. ഫത്ഹ, കെസ്റ, വമ്മ. ഉദാഹരണം ബ, ബി, ബു. ബ, ബി, ബു. ബ, ബി, ബു. ഓക്കെ. ഹറക്കത്തിന്റെ മാറ്റം കൊണ്ടും ഉച്ചാരണം മാറും അല്ലെ. ചിലടത്ത് ബു എന്നുള്ളത് ബ് എന്നാവാറുണ്ട്, ബ് എന്നുള്ളിടത്ത് ബു എന്ന് ഓതാറുണ്ട്. അപ്പം ഹറക്കത്ത് കറക്റ്റ് ആയിട്ട് തന്നെ ഉച്ചരിക്കാം. മല എന്നുള്ളതും മാല എന്നുള്ളതും തെറ്റാണല്ലോ, ഒരേ സംഭവം അല്ലല്ലോ. അത്രേ ഉള്ളൂ. ഓക്കെ. മൂന്നാമത്തെ കാര്യം മദ്ദാണ്, ഒരു അക്ഷരം നീട്ടി വായിക്കല്. അതിനു വേണ്ടിയിട്ടാണ് മദ്ദിനെ കൊടുക്കുന്നത്. ഉദാഹരണം ഓല, ഓല. ഞാൻ കോല എന്നാണ് പറയുന്നത്, കേല എന്നല്ല. ഓക്കെ. ക എന്നുള്ളത് വായ തുറന്നിട്ടും ല എന്നുള്ളത് ചിരിച്ചിട്ടുമാണ് പറയേണ്ടത്. കോല. ഇവിടെ സാധാരണ ഇതിനാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. ഇവിടെ സാധാരണ രണ്ട് ഹർക്കത്ത് മാത്രമാണ് നീട്ടേണ്ടത്. നമ്മളിപ്പം പാല്, വാല്, മാല എന്നൊക്കെ പറയുന്ന പോലെ അത്രേ വരുന്നുള്ളൂ കോല എന്ന് പറയുന്ന സമയത്ത്. ഓക്കെ. ഇതുപോലെ കൂടുതൽ മദ് നീട്ടേണ്ട അവസ്ഥകളുണ്ട്. അത് ഞാൻ വരും ക്ലാസ്സുകളിൽ ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഇപ്പം ചുരുക്കി പറയാണ് ഇൻഷാല്ല. നാലാമത്തെ കാര്യം ഉന്നത്താണ്, മൂക്കിലൂടെ വരുന്ന സൗണ്ട്. ഓക്കെ. മൂക്കിലൂടെ വരുന്ന സൗണ്ടുകൾ, ഉദാഹരണം ഇന്ന, തുമ്മ. അപ്പൊ നൂനിനും മീമിനും ഷെദ്ദുള്ളപ്പോ ആ ഒരു അക്ഷരത്തിൽ പറയുന്ന ഏതിലൂടെ ആയിരിക്കും? മൂക്കിലൂടെ ആയിരിക്കും അല്ലെ. ഉന്ന, തും, ഉം, ഉം, തെരുമൂക്കിൽ നിന്നാണ്. ഓക്കെ. അടുത്തതായിട്ട് പല്ലപ്പല, എക്കോ പോലെ, ബൗൺസ് സൗണ്ട് പോലെ എന്ന് പറയും. പ, പ്, ബ്, ജ്, ദ്. ഓക്കെ. അഹദ്. സുക്കൂന് വരുന്ന സമയത്ത് ആ അക്ഷരത്തിന് കൽക്കല വരണം. ഓക്കെ. അപ്പം സാവധാനത്തില് അല്പം
ബൗൺസ് ആയിട്ടുള്ള രീതിയിൽ, എന്ന് വെച്ചാൽ എക്കോ വരുന്ന രീതിയിൽ എന്നാണ് പറയാം. ഓക്കെ. ഉത്തുബ് ജദ്, ഈ ഇത്രയും ആണ് കൽക്കലയുടെ അക്ഷരങ്ങള്. ഉത്തുബ് ജദ്, അജദ്, ദ്, ബ്, വ്, ദ്, പ്, ബ്. ഓക്കെ, ഈ രീതിയിൽ പറയണം. നമുക്കതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇനിയും വരും ഇൻഷാല്ല. ഇന്ന് ടോട്ടലി ഒന്ന് പറഞ്ഞുതരാം ഇൻഷാല്ല. സാധാരണ വരുന്ന തെറ്റുകളാണ് വേഗത്തിൽ ഓതുക, ഹർക്കത്ത് സ്കിപ്പ് ചെയ്യുക, മദ് നീട്ടാതെ ഓതുക, അറബിക് ലെറ്റേഴ്സ് മിക്സ് ചെയ്യുക, അതേപോലെ തന്നെ പ്രാക്ടീസ് ഇല്ലായ്മ. അപ്പം നമുക്ക് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാം? നമുക്ക് പതുക്കെ ഓതി ശീലാവണം. എന്നാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ അക്ഷരങ്ങളും നല്ല രീതിയിൽ ഓരോ അക്ഷരവും വായിച്ച് ശ്രദ്ധിച്ച് ഓതാൻ കഴിയാം. അല്ലാതെ നമ്മൾ വേഗം ഓതി പോകുന്ന സമയത്ത് നമ്മൾ ഉച്ചാരണങ്ങൾ ഒരിക്കലും കറക്റ്റ് ആക്കാൻ കഴിയില്ല, നമ്മളെ മഹ്റജുകൾ കറക്റ്റ് ആക്കാൻ കഴിയില്ല, നമ്മളെ ഹർക്കത്തുകൾ കറക്റ്റ് ആക്കാൻ കഴിയില്ല. അപ്പം പതുക്കെ ഓതി ഓരോ അക്ഷരവും നമ്മൾ ആദ്യമായിട്ട് ഖുറാൻ കാണുന്ന പോലെ തന്നെ ഖുറാൻ ശ്രദ്ധിച്ച് ഓരോ അക്ഷരവും മഹ്റജോട് കൂടിയിട്ട് ഓതി ശീലമാവണം ഇന്നു മുതൽ ഇൻഷാല്ല. രണ്ടാമത്തെ കാര്യം, ലിസൺ ആൻഡ് റിപ്പീറ്റ് മെത്തേഡ്. നല്ല പാരീന്റെ ഒത്ത് കേൾക്കുക, അത് റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും വീണ്ടും കേൾക്കുക, എന്നിട്ട് അതേപോലെ ഓതി നോക്കുക. ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. മൂന്നാമത്തേതായിട്ട് മിറർ പ്രാക്ടീസ് ആണ്. ചുണ്ടിന്റെയും നാവിന്റെയും മൂവ്മെന്റ് ശ്രദ്ധിച്ചിട്ട്, എസ്പെഷ്യലി ഫ, ഫ, ബ, മ, വ, ഇങ്ങനെയുള്ളത്. ഓക്കെ. അടുത്തതായിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് എങ്കിലും ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അത് നമ്മളിങ്ങനെ എളുപ്പമാവും, നമ്മളെ സം- ഈ അക്ഷരങ്ങൾ വരുന്നത് എളുപ്പമാവും. അതേപോലെ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഫസ്റ്റ് ഒരുപക്ഷെ എല്ലാവരും പറഞ്ഞ കാര്യമാണ്, ഫസ്റ്റ് നമ്മൾ തജ്വീദ് മഹ്റജ് കറക്റ്റ് ആക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു തോന്നൽ വരും, ഇത് എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ഈ മഹ്റജ് എത്ര കറക്റ്റ് ആക്കിയിട്ട് എന്തുകൊണ്ടാ ശരിയാവാത്തെന്നില്ല. പക്ഷെ കുഴപ്പമില്ല, അത് നിങ്ങൾ ലാസ്റ്റത്തെ ടൈമിലായിരിക്കും മിക്കവാറും അങ്ങനെ വരിക. ആ ടൈമും കൂടി ഓവർകം ചെയ്ത് ഒന്നും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈസി ആയിട്ട് മഹ്റജോട് കൂടിയിട്ട് ഓതാൻ കഴിയും. ഓക്കെ. ഇൻഷാല്ലാ. പിന്നെ തജ്വീദ് പഠിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ കമ്പയർ ചെയ്യരുത്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക, മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്താതിരിക്കുക. അതേപോലെ തന്നെ മിസ്റ്റേക്കുകൾ വന്നാലും നിർത്താതിരിക്കുക. നമുക്ക് തെറ്റുകൾ വന്നോട്ടെ, കുഴപ്പമില്ല, നമ്മൾ ഇത്രയും ഓതിയിരുന്നത് തെറ്റിലൂടെ അല്ല, ഇനി അങ്ങോട്ട് തെറ്റ് തിരുത്താനല്ല നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇതിലും തെറ്റ് വന്നാലും അള്ളാഹു പുറത്തു തരും. തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെ ഇന്റൻഷൻ, നമ്മുടെ നീയത്ത് എന്താണ്? നന്നാക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അള്ളാഹു ആ നീയത്തിനെ കാണാതിരിക്കില്ല, നമ്മളെ ഹൃദയം കാണാതിരിക്കില്ല. അള്ളാഹു നമ്മളെ എഫേർട്ട് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, മെച്ചപ്പെടാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ മനോഹരമായി വായിക്കുന്നവർ മഹത്തായ മലക്കുകളോടൊപ്പം ആയിരിക്കുന്നുള്ളത്. അപ്പം നമുക്ക് ശ്രമിച്ചുങ്ങാണ്ട് അങ്ങനെ ഓതുന്ന സമയത്ത് നമുക്കും അതിന് പ്രതിഫലമുണ്ട്. അല്ലാഹുമ്മ സയ്യിന ബിൽ ഖുർആൻ, അല്ലാഹുമ്മ അല്ലിംനൽ ഖുർആൻ വ ഫഖിന ലിതിലാവ. അള്ളാഹുവെ, ഖുർആൻ കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കണമേ, ഖുർആൻ പഠിക്കാനും മനോഹരമായി പാരായണം ചെയ്യാനും ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ റബ്ബി സിദ്ന ഇൽമൻ നാഫിഅ, റബ്ബി സിദ്ന ഇൽമ. ഇത് നമ്മൾ ദുആ ചെയ്യേണ്ടതാണ്. അതേപോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല. ഇത് നമ്മൾ ഓതാനിരിക്കുന്നതിന് മുന്നേ നമ്മളെ പഠനം എളുപ്പമാവാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഉള്ള മറ്റൊന്നാണ് അലം നഷ്റഹ് ലക സദ്റക വവദഅന അൻക വിസ്റക. ആ ഒരു അലം നഷ്റഹ് ലക സദ്റക, ആ സൂറത്ത്. ഓക്കെ, ഷറഹ് സൂറത്ത്, അത് 7 തവണ
ഓരോ വട്ടം ഖുർആൻ പഠിക്കാനിരിക്കുന്നതിന്റെ മുന്നേ 7 തവണ ഓതാ. അതൊക്കെ നമുക്ക് പഠനം ഈസിയാക്കി മാറ്റും. അള്ളാഹു നമ്മളെ ശ്രമിച്ച അള്ളാഹു നമ്മളെ ഹൃദയത്തിലേക്ക് ഇട്ട് തരാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മളെ എഫേർട്ട് കൊണ്ട് നമ്മളെ എടുത്തിട്ട് നമ്മളെ ഹൃദയത്തിൽ വെക്കല്ല ചെയ്യുന്നത്. അപ്പം ഇൻഷാ അല്ലാ ഖുർആൻ പ്രത്യേകിച്ചും അള്ളാഹു തീർച്ചയായിട്ടും എളുപ്പമാക്കി തരും. ഇന്ന് ഞാന് മഹാരിജ് സിഫാത്ത്, മഹ്റജ് സിഫത്ത് ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പറയാണ് ഇൻഷാ അല്ലാ. അറബി അക്ഷരങ്ങളുടെ ഉച്ചാരണ സ്ഥാനത്തിനാണ് മഹ്റജ് എന്ന് പറഞ്ഞു. അതിന്റെ ഉച്ചാരണ സ്വഭാവത്തിന് എങ്ങനെ ഉച്ചരിക്കണം, കൂട്ടി മൊഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമം, ഇതിനൊക്കെയാണ് സിഫത്ത് എന്ന് പറയുന്നത്. പിന്നെ കൂട്ടി മൊഴിയുമ്പോൾ ഓക്കെ, ഉച്ചാരണത്തിന്റെ സ്വഭാവത്തിനാണ് സിഫത്ത് എന്ന് പറയുന്നത്. കൂട്ടി മൊഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ മനസ്സിലാക്കലാണ്, ഇതൊക്കെ മനസ്സിലാക്കലാണ് തജ്വീദിൽ പ്രധാനം. ഇവകൾ ഒരു അറിയുന്ന ഒരു ഉസ്താദിന്റെ അല്ലെങ്കിൽ ഉസ്താദയുടെ മുന്നിൽ തന്നെ പഠിക്കൽ നിർബന്ധമാണ്. അങ്ങനെ ആകുമ്പോഴാണ് ശരിയായ പാരായണം സാധ്യമാവുന്നത്. അപ്പൊ നിങ്ങൾ ഓരോ ദിവസവും പഠിച്ച കാര്യങ്ങൾ ഈ ഗ്രൂപ്പിൽ ഓതിയിട്ട് മറ്റുള്ളവർ കേട്ട് അത് ക്ലിയർ ചെയ്യുമ്പോഴാണ് നിങ്ങളെ ഒത്തും ക്ലിയർ ആവുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ 1-1 ഓരോർക്കും ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ അയക്കുക, ഓതിയിട്ട് അയക്കുക. അപ്പൊ അതിലുള്ള മിസ്റ്റേക്ക് പറയുന്ന സമയത്ത് നിങ്ങൾ അത് തിരുത്തി പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും ഓതി അയക്കുക, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം വീണ്ടും ഓതി അയക്കുക. ഈ രീതിയിലാവണം. ഓക്കെ, നമ്മളൊരു കൂട്ടമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്, അറിയുന്നവര് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ. ഓക്കെ, ഇൻഷാ അല്ലാ ഓരോ അക്ഷരങ്ങൾക്കും നിയമങ്ങൾക്കുള്ള പരിശീലനമാണ് നമ്മൾ പറയുന്നത്. ഓരോ അക്ഷരങ്ങളുടെയും മഹ്റജുകൾ പാഠഭാഗങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അത് വരും ക്ലാസ്സുകളിൽ വരുന്നതാണ്. സിഫത്തുകളുടെ ചെറിയൊരു വിവരണം കൂടി ശരിയാണ്, അല്ലെങ്കിൽ വേണ്ട, സിഫത്തുകളുടെ വിവരണം ഞാൻ അടുത്ത വീഡിയോയിൽ തരാം ഇൻഷാ അല്ലാ. ഇന്ന് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇനി നമ്മള് നാളെ മുതൽ 2 ക്ലാസ് ആയിട്ടാ വരിക. ഒന്ന് തജ്വീദിന്റെ ക്ലാസ്, ഒന്ന് ഹിഫ്ള്, തഫ്സീർ, തർജമ ഇങ്ങനെയുള്ള ഓതുന്ന ക്ലാസ് ആയിട്ടും. ഓക്കെ, ഇൻഷാ അല്ലാ നല്ല രീതിയിൽ ഖുർആനിനെ പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഒക്കെയും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم إني أعوذ بك من أرض لا ينفع ومن قلبي لا من نفسي لا تشبعه ومن دعوه لا يستجاب لها ومن دعوه لا يستجاب لها. اللهم إني أسألك بكل اسم هو لك سميته به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أسألك الهدى والتقى والعفاف والغنى. ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا وأستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. آمين برحمتك يا أرحم الراحمين. صلى الله على خير الخلق سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. آمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.